ഇന്ന് നമുക്ക് ഷോപ്പിലേക്ക് കുറച്ച് ജാർ കേക്ക് അതുപോലെ ടബ് കേക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അത് ശരിയാക്കി. ഇന്ന് എനിക്ക് വീട്ടിൽ പോകാണ്ട് പെട്ടെന്നൊരു തോന്നല് രാവിലെ ഒന്ന് വീട്ടിൽ പോയാലോ ഒന്ന്. എളുപ്പമല്ല സംഭവം. ഇവിടെ നിന്ന് തൃപ്രയാറും കഴിഞ്ഞ് പോകണം. ധ്യാനിനെ രാവിലെ തന്നെ സ്കൂളിലാക്കി. ഇനി ഏട്ടൻ നോക്കിക്കോളും ബാക്കിയെല്ലാം. ഈ ടപ്പ് കേക്കുകൾ 70 രൂപ മുതൽ ഫില്ലിംഗ് അനുസരിച്ചും ഫ്ലേവർ അനുസരിച്ചൊക്കെ നമുക്ക് റേറ്റ് ചേഞ്ച് ചെയ്ത് സെയിലാവുന്നതാണ് കേട്ടോ. ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ ഷോപ്പിൽ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പീസ് കേക്കിനേക്കാളും ഇഷ്ടം അവർക്ക് ഇങ്ങനെ കോരി കഴിക്കാനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇരുന്ന് കഴിക്കുന്ന ഒരു സെറ്റപ്പും കൂടി ഉള്ളതുകൊണ്ട് തന്നെ വിറ്റുകൾ എന്തായാലും ഇങ്ങനത്തെ സാധനങ്ങൾ മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കണ കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയൊരു ട്രിക്കാണിത്. ഒരു 70 രൂപ മുതലൊക്കെ നമുക്കിത് സെയിൽ ചെയ്യാൻ വെച്ചാൽ ഈസി ആയിട്ട് സെയിലായി പോകും കേട്ടോ. അതിരാവിലെ തന്നെ ഈ കേക്കുകളൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ഷോപ്പിലെത്തിച്ചു. ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ. തൃപ്രയാറും കഴിഞ്ഞ് എത്തണം നമുക്ക് വീട്. അതേപോലെ തന്നെ 6:30-ക്കുള്ളിൽ പാലക്കാട് തിരിച്ചെത്തുകയും വേണം. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പാണ്. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉണ്ണിയില്ലാണ്ട് ധനുവിനൊന്നും കൂട്ടാണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഒരൊറ്റ ദിവസത്തെ പോക്ക് വരവായതുകൊണ്ട് ഉണ്ണിയും കൂടി വണ്ടിയിലിരുന്ന ഒരുപാട് വയ്യാണ്ടാവണ കാരണം ധനുവിനെ കൂടെ കൂട്ടിയില്ല കേട്ടോ. നമുക്കിന്ന് ഒരു അത്യാവശ്യത്തിനാണ് വീട്ടിൽ പോണത്. പോയിട്ട് എന്തായാലും തിരിച്ച് വരേണ്ടതുണ്ട്. അങ്ങനെ കുതിരാനൊക്കെ എത്തിയാലാണ് കേട്ടോ നമുക്കൊരു സമാധാനം. ഇനി കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂരെത്തും. അവിടെ നിന്ന് കുറച്ചുകൂടി പോയാൽ തൃപ്രയാറെത്തും. തൃപ്രയാറിന്ന് ഒരു സ്നേഹദിനം വണ്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് എത്തും. ഞാനാണെങ്കിൽ ഇന്ന് സമയം കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ പോണത്. പക്ഷെ ഇങ്ങനെയുള്ള യാത്രകൾ എളുപ്പമല്ല. കാരണം എനിക്ക് പണി കിട്ടി. തൃശ്ശൂരിൽ നിന്ന് തൃപ്രയാർക്ക് വരുന്ന വഴി പഴുവിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു പാലം പണി നടക്കുകയാണ്. അത് കാരണം ഇവിടെ നിന്ന് പകുതി വെച്ച് ഇറങ്ങിയിട്ട് വീണ്ടും വേറൊരു ബസ് മാറി കയറിയിട്ട് വേണം തൃപ്രയാർ എത്തണമെങ്കിൽ. ഇവിടെ ഫുള്ള് പണിയാണ് കേട്ടോ. അത് അറിഞ്ഞിട്ടുണ്ടായില്ല. അല്ലെങ്കിൽ ഞാൻ കാഞ്ഞാണി വഴി പോയാനെ. എന്തായാലും ഇവിടെ 1 മണിക്കൂർ നമുക്ക് ലേറ്റാവേണ്ടി വന്നു. 7ാം ക്ലാസ്സിന് ശേഷം ഞാൻ പഠിച്ച സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ വീട്. ഈ ഇടവഴി കൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ വീടെത്തും. ഞാനൊക്കെ പഠിപ്പ് ഇവിടെ നിന്ന് മാറിയതിന് ശേഷമാണ് സ്കൂളൊക്കെ ഒന്ന് പുരോഗമിച്ചത്. മിക്സഡ് ക്ലാസ് ആക്കി, അതേപോലെ കെട്ടിടങ്ങളൊക്കെ വലുതാക്കി. വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു. അതൊന്ന് കാണാൻ പറ്റി. മൂപ്പര് അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാനിവിടെ വന്നത്. ഇവിടെ ഒന്നും മീൻ കറിയാണ് കേട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ട് ചെമ്മീനാണ്. ശരിക്കും പറഞ്ഞാൽ വലിയ ചെമ്മീനല്ല, ചെറിയ ചെമ്മീനാണ് ടേസ്റ്റ്. ഇതിൻ്റെ മണം ജെസ്സിയൊക്കെ ഫോണിൽ കൂടെ പറയുമ്പോൾ ഇങ്ങോട്ട് അടിക്കും. കുറേ ദിവസമായി മനുഷ്യൻ്റെ രസവും ഓരോ കൂട്ടി ചോറുണ്ട് മതിയായിട്ട്. അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ചോറുണ്ടു. എൻ്റെ വീട്ടിലെന്നും മീനാണെന്ന് പറഞ്ഞാൽ പൊതുവെ ആരും വിശ്വസിക്കാറില്ല കേട്ടോ. ഒരു മീൻകാരൻ്റെ മോളായിട്ട് എനിക്ക് അങ്ങനെ പറയുന്നുണ്ട്. എന്താ കുഴപ്പം? ഇവിടെ വീട്ടിലത്തെ ഒരു അവസ്ഥയാണിത്. എവിടെ നോക്കിയാലും ചെമ്മീൻ, അവിടെ ചെമ്മീൻ, ഇവിടെ ചെമ്മീൻ. ഈ ഫ്രിഡ്ജൊന്ന് നോക്കാം, അവിടെ മീനും ചെമ്മീനൊക്കെ തന്നെ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്തത് ഈ ഒരു പരിപാടി മാത്രമാണ്. തിരിച്ചു വരുമ്പോൾ ഉമ്മയുടെ 2 പൂച്ചകൾ അവിടെ എടുക്കുന്നുണ്ട്. പോന്നു കേട്ടാ. 1 മണിക്കൂർ തന്നെ നിന്നുള്ളൂ. പെട്ടെന്ന് തന്നെ തൃശ്ശൂരെത്തി. നമുക്ക് കുറച്ച് കൊറിയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇത് നമ്മുടെ ബ്രാൻഡിൻ്റെ കേക്ക് ബോക്സ് പാക്ക് ചെയ്യുന്ന പേപ്പർ ബാഗുകളാണ് കേട്ടാ. ഏട്ടനും ഞാനും കൂടി പെട്ടെന്ന് അത് എടുത്തിട്ട് വന്നു. ഇനി നാളത്തെ ഓർഡേഴ്സൊക്കെ ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടാ. താങ്ക് യു.